ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്കു കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു; അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു; മുട്ടുന്നവന് തുറക്കും. 3 തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിനുള്ള 3 വഴികളാണ്: യാചിക്കുക, അന്വേഷിക്കുക, വാതിലിൽ മുട്ടുക. ഏതു മാർഗം സ്വീകരിച്ചാണ് നാം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെങ്കിലും അവയെല്ലാം ദൈവം നമുക്ക് നൽകും എന്നാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു; മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ഇവിടെ അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും എന്ന് ചോദിക്കുന്നു. നമ്മൾ പലപ്പോഴും എന്താണ് യാചിക്കേണ്ടത്, എന്താണ് അന്വേഷിക്കേണ്ടത് എന്നറിയാതെ ഉഴലുന്നവരാണ്. നമുക്ക് ഭൗതികമായ അനേകം നേട്ടങ്ങളും ചോദിച്ചു വാങ്ങാം. എന്നാൽ ഈ വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് നന്മ എത്രയധികം കൊടുക്കും. നന്മ യാചിക്കുമ്പോൾ, നന്മ അന്വേഷിക്കുമ്പോൾ, നന്മയ്ക്കായുള്ള വാതിലിൽ മുട്ടുമ്പോൾ ആ യാചനയ്ക്ക് മറുപടി നൽകുന്നവനാണ് ദൈവം. നാം അന്വേഷിക്കേണ്ടത് നന്മയാണെന്നും നന്മയുടെ വഴികളാണെന്നും നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളാണെന്നും നമ്മെ പഠിപ്പിക്കുന്ന വേദവാക്യമാണ് ഇത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ന്യായപ്രമാണം? എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രവചനം എന്നാണ് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് നന്മയാണ് ആഗ്രഹിക്കുന്നത്, അതേ നന്മ അവർക്കും ചെയ്യുക എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പിൻ; നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്; അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എല്ലാവരും പോകുന്ന വഴിയെ സഞ്ചരിക്കുവാനല്ല ക്രിസ്ത്യാനികളായ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അല്പം പ്രയാസമൊക്കെ നേരിട്ടാലും അത് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വഴിയാണെങ്കിൽ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഈ നോമ്പുകാലം അങ്ങനെ ഞെരുക്കമുള്ള നന്മയുടെ വഴി തിരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.